ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ പീച്ചും ആപ്രിക്കോട്ടും പറിക്കാനായിട്ട് വന്നേക്കുന്നത്. ആപ്രിക്കോട്ട് പറിക്കാന്ന് എനിക്കറിയില്ല, നമ്മൾ പീച്ചിൻ്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. നമ്മളിതേ ഈ വണ്ടിയിലാണ് അവർ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ശരി. അപ്പോൾ അതായത് നമ്മളെല്ലാവരെയും അവർ ഈ ട്രാക്ടർ പോലത്തെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് ആപ്രിക്കോട്ടിൻ്റെയും പീച്ചിൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ രണ്ട് സൈഡിലും കാണുന്നത് ഈ പീച്ചിൻ്റെ ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളാണ്. അപ്പോൾ പല സെക്ഷനായിട്ടാണ്, നന്നായിട്ട് മൂത്തത്, പിന്നെ ജസ്റ്റ് പച്ച പഴുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ ചെറിയ മരങ്ങൾ എല്ലാം കാണാൻ പറ്റും. പല സെക്ഷനിലായിട്ടാണ് അതിൻ്റെ. അപ്പോൾ നന്നായിട്ട് പഴുത്ത സ്ഥലത്തോട്ടാണ് അവർ നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മരത്തിലൊന്നും കായ ആയിട്ടില്ല, നമ്മളെ കുറച്ച് അകലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് നന്നായിട്ട് പഴുത്തത്. ഇത് ചെറിയ മരങ്ങൾ അവരിപ്പോൾ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയേക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ആപ്രിക്കോട്ടാണ് കേട്ടോ. ഇത് കാണുന്ന ഈ കുഞ്ഞു ഫ്രൂട്ടാണ് ആപ്രിക്കോട്ട്. പക്ഷെ നമുക്കത് ഇഷ്ടമില്ലാത്ത ഞങ്ങൾ പറിക്കാൻ നിന്നില്ല. അത് ഇത് ബേബി പ്ലംസ് ആണ് മൊത്തം കാണുന്നത്. ഇതൊരു 2 വീക്സും കൂടി എടുക്കുമെന്ന് പറഞ്ഞേ പഴുത്ത പ്ലം ആകാനായിട്ട്. ഇവിടെ ഫുള്ളും പ്ലമ്മിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഈ പർപ്പിളായിട്ട് നിൽക്കുന്നത് കുഞ്ഞ്, അത് ബേബി ആയതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊരു റെഡിഷ് കളറിലോട്ട് വരും. അപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വരുന്നുണ്ട് ഇത് പറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം പ്ലമ്മിൻ്റെ എങ്ങനെയാണ്. നമുക്ക് പ്ലം കഴിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം, പ്ലമ്മിനാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഇത് മൂത്തിട്ടില്ല. അത് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ പഴുത്തതിനെ കാണിച്ചു തരാം. എന്തായിട്ട് പഴുത്തുണ്ടാവോ? ഇതോടാ കരിമ്പച്ചയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ച്. ഇത് ആപ്പിൾ പോലൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇതിന് ചെറുതായിട്ടൊരു മാംഗോൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഫ്രൂട്ടാണ് ഇത്. പിന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് പറിച്ചുകൊണ്ടിട്ട് വൈനൊക്കെ ഇടാൻ പറ്റും. നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ, കണ്ടോ. പക്ഷെ ഇതധികം മൂത്തിട്ടില്ല, കുറച്ചും കൂടെ നല്ല വലിപ്പമുണ്ട്. ഞാൻ നന്നായിട്ട് പഴുത്തതിന് കുറച്ചും കൂടെ വലിപ്പമുണ്ട്. അധികം മൂക്കാത്തതാണ്, അതൊരു വലിപ്പം കുറവ്. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇവിടെ കുറെ കാപ്പിയും വീട്ടിൽ പിള്ളേരുണ്ട്, ആയിക്കൽ ഉണ്ടാക്കണ ഒച്ചയാണത്. പിന്നെ ഇതാ നമുക്കൊരെണ്ണം പറിച്ച് കാണിച്ചു തരാം ഞാൻ. ഇതാ കടിക്കണോ? ഇത് കണ്ട, നമ്മുടെ മാംഗോ പോലെ തന്നെ പഴുത്തത് പഴുത്തുണ്ട്. പക്ഷേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ച്. അതായത് നമ്മുടെ പീച്ച് പഴുക്കാത്തതാണ് ഈ കാണുന്നത്, കണ്ടോ. പക്ഷെ ആപ്പിൾ പോലെ ആട്ടോ ശരിക്കും ഇരിക്കുന്നത്. എനിക്ക് പഴുത്ത പീച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ്, കണ്ടോ. ഇത് ശരിക്കും ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നത്. ഇതാണ് ആ പച്ച പീച്ചാണ്. പക്ഷെ ഇതിന് നല്ല മധുരമുണ്ട്. ഇത് പഴുക്കുമ്പോഴാണ് അതേ ആ ഒരു വലുപ്പത്തിലോട്ട് എത്തിയിട്ട് അങ്ങനെ ആവുന്നത്. പിന്നെ ഇത് അവസാനം എല്ലാവരും കൂടെ വീട്ടിൽ പോണതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.